കൊല്ലത്തെ CPM സമ്മേളനത്തിലടക്കം PP ദിവ്യയുടെ കാര്യം ചർച്ചയായെന്നാണ് കേൾക്കുന്നത്. ദിവ്യയെ പാർട്ടിയുടെ എതിരാളികൾക്കും മാധ്യമങ്ങൾക്കും കീറിമുറിക്കാൻ വിട്ടത് ശരിയായില്ലെന്ന് വരെ ചില സഖാക്കൾ പറഞ്ഞു അത്രേ. ശരിയല്ലേ? ദിവ്യയെ പുറത്താക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ? എത്ര പാവമായിരുന്നു ദിവ്യ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കരുത്തും സഖാക്കൾക്ക് പ്രചോദനവുമായി ഇനി എത്രയോ കാലം ജനസേവനം തുടരേണ്ട ഒരു മഹതിയുടെ രാഷ്ട്രീയ ഭാവി തച്ചു തകർക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനയ്ക്ക് പാർട്ടി നേതൃത്വം വഴങ്ങരുതായിരുന്നു. ചർച്ച അങ്ങനെ ചൂടുപിടിക്കുമ്പോൾ അതാ പുറത്തു വന്നിരിക്കുന്നു. ADM നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ലെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. യാത്രയയപ്പ് ചടങ്ങിൽ ADM നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ PP ദിവ്യ ആസൂത്രിത നീക്കം നടത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. ചടങ്ങിന് മുമ്പ് ദിവ്യയുടെ സഹായി 4 വട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചു. പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യയാണ്. ദിവ്യയുടെ ADMനെതിരായ ധീരമായ പ്രസംഗം ഈ ലോകത്തെ അറിയിച്ച കണ്ണൂർ വിഷൻ പ്രതിനിധികളുടെ മൊഴിയാണിത്. ആരാണ് ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ? നമ്മൾ സഖാക്കൾ ദിവ്യയുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ പാടുപെടുമ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ടോ? വഴിയെ പോകുമ്പോൾ ADMന്റെ യാത്രയയപ്പ് പരിപാടി കണ്ടു, എന്നാൽ അവിടെ വന്ന് 4 നല്ല വാക്കു പറയാമെന്ന് കരുതി എന്നായിരുന്നില്ലേ ദിവ്യ പറഞ്ഞത്? കണ്ണൂർ കളക്ടറും അത് ശരിവെച്ചതല്ലേ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ദിവ്യ യാത്രയയപ്പ് പരിപാടിയിൽ ADM നവീൻ ബാബുവിന് ആശംസ നേരാനെത്തി, പ്രസംഗിച്ചു മടങ്ങി. അതിലൊരു കുഴപ്പവും ഇത്ര നാളായിട്ടും കളക്ടർ കണ്ടില്ല. എന്നിട്ടിപ്പോൾ ഒരു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ വന്നിരിക്കുന്നു. ദിവ്യ ചേച്ചി പഴയ ദിവ്യയല്ല. അനുഭവങ്ങളുടെ തീച്ചൂടയിലൂടെ നടന്നിട്ടും കാലു പൊള്ളാതെ കരുത്തു തെളിയിച്ച മഹാദിവ്യയാണ്. നിങ്ങളെ നുണപ്രചരണം നടത്തുന്ന സകല ചാനലുകാരെയും പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ ദിവ്യക്കുമുണ്ട് ഇപ്പോൾ സ്വന്തമായ ഒരു YouTube ചാനൽ. അതിലൂടെ ചേച്ചി സത്യങ്ങൾ വിളിച്ചു പറയും. സഖാക്കളെല്ലാം അത് ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കണം. മാധ്യമ കുത്തുകൾക്കെതിരെ ഒരു ജനകീയ ബദൽ അങ്ങനെ ദിവ്യയുടെ നേതൃത്വത്തിൽ കെട്ടിപ്പടുക്കും. സഖാക്കൾക്കെതിരായ സകല നുണപ്രചരണങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് ദിവ്യയുടെ ചാനൽ സ്വരാജിന്റെ ചാനലിനെ പോലെ പ്രവർത്തനം സജീവമാക്കുവാനാണ് ആലോചന. ഇടയ്ക്ക് മാധ്യമങ്ങളുമായി തെറ്റിപ്പിരിഞ്ഞ് സ്വരാജ് തുറന്നുകാട്ടുന്ന സത്യാനന്തരങ്ങൾ എന്ന പേരിൽ യൂട്യൂബിൽ പ്രഭാഷണ പരമ്പര പോലും തുടങ്ങിയിരുന്നു. അത് വേണ്ട പോലെ ക്ലിക്കായില്ലെന്നത് മറ്റൊരു സത്യം. ദിവ്യയുടെ വിഷയത്തിലേക്ക് തിരികെ വന്നാൽ, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുത്താൻ സർക്കാരിന് ബാധ്യതയുണ്ട്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തമാണ് നമ്പർ 1. പെട്രോൾ പമ്പിനായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ചുമ്മാതങ്ങ് പറഞ്ഞാൽ പോരാ, അത് തെളിയിക്കണം. കൈക്കൂലി കൊടുത്തുവെന്ന് പറയുന്നയാൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന സ്ഥിതിക്ക് തെളിവ് ഹാജരാക്കട്ടെ. കൈക്കൂലി വാങ്ങിയെന്ന് നവീൻ ബാബുവിനെ ആക്ഷേപിച്ച PP ദിവ്യയ്ക്കും തെളിവ് ഹാജരാക്കാം. പിന്നെ വേറൊരു കാര്യം, മുഹമ്മദ് ഷമ്മാസ് എന്ന KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുറേയേറെ ഗുരുതര ആരോപണങ്ങൾ സഖാവ് ദിവ്യക്കെതിരെ ഉന്നയിച്ചിരുന്നു. കൂടുതലും അഴിമതി ആരോപണങ്ങളാണ്. അതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ദിവ്യ പറഞ്ഞിരുന്നുവെന്നാണ് ഓർമ്മ. അക്കാര്യത്തിൽ എന്തു നടപടിയെടുത്തുവെന്ന് കൂടി ദിവ്യ തന്റെ ചാനലിലൂടെ പറയുമെന്ന് കരുതുന്നു. ഷമ്മാസ് ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിലും മറുപടി വേണമല്ലോ. അതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞല്ലേ സഖാവ് ദിവ്യ നിരപരാധിത്വം തെളിയിക്കേണ്ടതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പാർട്ടി സമ്മേളനത്തിൽ ദിവ്യയുടെ നീതിക്ക് വേണ്ടിയും ലഭിക്കേണ്ടിയിരുന്ന സംരക്ഷണത്തെ ഓർത്തും വാചാലരായതിൽ വനിതാ സഖാക്കളുണ്ടെന്ന് പോലും കേൾക്കുന്നു. പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാർക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു അവർ ഉന്നയിച്ചതെന്നും പറയപ്പെടുന്നു. ഒരു പാവം പിടിച്ച സർക്കാർ ഉദ്യോഗസ്ഥനെ മരണത്തിലേക്ക് തള്ളിവിടുവാൻ കൂട്ടുനിന്നവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ പടപ്പുറപ്പാടുകൾ എന്നത് വിസ്മരിക്കരുത്. നവീൻ ബാബുവിനും ഒരു കുടുംബമുണ്ട്. മരണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അടുത്ത ദിവസം വീട്ടിലേക്ക് എത്തുമെന്ന് കരുതി കാത്തിരുന്ന ഭാര്യയും മക്കളുമുണ്ട്. മരണത്തിന് വഴിയൊരുക്കിയവരെ വല്ലാതെ സംരക്ഷിക്കുന്നവർ അതുകൂടി ഓർക്കേണ്ടതുണ്ട്.